എന്നെ ഓർക്കുന്നുണ്ടോ സാറുമാര്? ഗോവിന്ദൻകുട്ടി സാറിന്റെ വീട്ടിലെ പഴയ ഗോപി. പിന്നെ നല്ല ബെസ്റ്റ് ടൈം അല്ലേ? നിങ്ങളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് സാറും കൂടെ വരാനിരുന്നോ? സാറ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ വീട് വൃത്തിയാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ജാനു വന്നത്. സാറ് തന്നെ കൂടെ നിന്ന് ജോലി ചെയ്യിച്ചില്ലെങ്കിൽ വൃത്തിയായില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സാർ അവിടെ തന്നെ നിന്നു. ഈ വീട് വൃത്തിയാക്കാൻ വന്ന ജാനുവിന് ഇത് എത്ര വയസ്സ് കാണും? ഒരു 33 കാണും. വൃത്തികേടായില്ലെങ്കിൽ ഭാഗ്യം. അപ്പുകുട്ടാ, നിനക്ക് സുഖമാണല്ലോ അല്ലേടാ? പിന്നെ നടുവും തല്ലി വീണ നല്ല സുഖമല്ലേ? ഇങ്ങനെ കിടന്നാലും എങ്ങനെ എഴുന്നേറ്റ് മാറണം അങ്ങോട്ട്. നീ വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഐ ആം ഓൾ റൈറ്റ്. നോക്ക്, ഒന്ന് പോടാ അവിടുന്ന്. മഹാദേവാ, ഓവറാക്കരുത്. എത്ര കാലമായടാ? വിശേഷങ്ങൾ പറ. എവിടെ സുലു മോളും ഒക്കെ? അവരും കണ്ണൂരാ. അത് വിട്. വിശേഷം പറയാൻ തുടങ്ങിയ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോ മുതൽ വിശേഷങ്ങളാ അല്ലേടാ? ആ എയർപോർട്ട് പൊളിച്ചടുക്കി. വാ, അകത്തേക്ക് വാ. അത് പോട്ടെ, ജാനു എവിടെ? ജാനു? അതെ, ജാനു എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? വീട് വൃത്തിയാക്കാൻ വന്ന 33 വയസ്സുള്ള ജാനു എവിടെയെന്ന്. അതെ, അവൾ ഒട്ടും പോരാ, വൃത്തിയാവുന്നില്ല. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്ന തന്നെയല്ലേ നല്ലത്. ഞാൻ അവളെ പറഞ്ഞു വിട്ടു. നമ്മൾ ലേറ്റ് ആയി പോയടേ. 11:30 മനസ്സമ്മതം. ഓ അയ്യോ, സമയത്രേ. വാ, പെട്ടെന്ന് റെഡിയാവാ. നമ്മളിന്ന് വരുന്ന വിവരം അവൻ അറിയാവോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ചു പറഞ്ഞേക്കാം. ഒരു മാറ്റമില്ലല്ലോ ഇവന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. നിക്ക്, നീ പോലെ. ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഇവൻ ആരുടെ കാര്യം പറയണേ? കേരളത്ത് ജസീന്ത, ഈ നിൽക്കുന്ന തോമസ് ഫിലിപ്പിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. നിന്നെ മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഫുഡ്? വായടക്കാൻ പറയട്ടെ. തോമസ് ഫിലിപ്പ്, ഈ നിൽക്കുന്ന ജസീന്തയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണോ? അല്ല. സമ്മതമല്ലേ? അല്ല, അതല്ല. അല്ലേ? എടോ, സമ്മതമാണോ അല്ലേ? സമ്മതമാണ്. നശിപ്പിച്ച് കുഴപ്പമായ. നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ പോയത്? സമ്മതമല്ല. എന്താ, ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ? അല്ല, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല, പക്ഷെ അവന് സമ്മതമാണ്. പറഞ്ഞ തിരിഞ്ഞു പോയാ. എടോ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. സമ്മതമാണ്. ഇപ്പൊ ശരിയായില്ലേ? പിന്നെ വന്നു. അതെ, എന്താ പരിപാടി? അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ? അതെ, ഇന്ന് 10, 20-ാം തീയതി ഞങ്ങളുടെ കുടുംബങ്ങൾ എത്തുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നെയും നിന്റെ ഭാര്യയും ഫസ്റ്റ് നൈറ്റിന് വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ലാസ്റ്റ് നൈറ്റിന് പോകുന്നു. എന്തോന്ന്? സോറി, ലാസ്റ്റ് ഫ്ലൈറ്റിന് പോകുന്നു അല്ലേ? അതല്ല, ഇനി എന്താ ഉദ്ദേശം? ഈ 10 ദിവസം ചുമ്മാ ചാപ്പാട് കഴിച്ച് വൈകുന്നേരം അങ്ങനെ കുട്ടികൾ അമ്മിഞ്ഞാൻ നുണയുന്ന മാതിരി ഇതും കഴിച്ചോണ്ട് ഇവിടെ കുത്തിയിരുന്നാ മതിയോ? ചില അപ്പാപ്പന്മാരെ പോലെ. അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണും പെരുങ്ങനൊക്കെ ആയി കഴിയുമ്പോ എല്ലാവരും തന്നെ അങ്ങ് തീരുമാനിക്കും കിളവന്മാരായെന്ന്. പിന്നെ പോക്ക ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞ് മനസ്സും ചത്ത് ഇരിക്കണം. കണ്ടില്ലേ? എന്താ നുണയുന്നില്ലേ? നുണയേ വെക്കടാ അവിടെ. കോപ്പ്. അല്ല, കല്യാണം കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം കുറിച്ചൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നത്. ആ വികാരി ചില സുഖേടാ നാശം. ഞാനിത് ഒഴിയാൻ പോവാ. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ പോവാണെന്ന് വിവരക്കേട് പറഞ്ഞാലുണ്ടല്ലോ നിക്ക്. അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്ത് കാര്യം? കല്യാണം ഒഴിയണമെന്നോ? അതല്ല, ഈ കുടുംബവും കുട്ടികളും ഒക്കെ ആയപ്പോ നമ്മളൊക്കെ അങ്ങ് സീരിയസ് ആയി.
ഇങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. നീ എന്താ ഈ പറയുന്നത്? ഇവൻ അങ്ങനെ പല വിവരക്കേടും പറയും. നമ്മൾ എന്തിനാ വന്നത്? കുറച്ചു ദിവസം പഴയതുപോലെ ഒന്ന് കൂടാൻ. കൂടാൻ അല്ലേ? എന്നാ ഞാൻ പറയുന്നു, നമ്മൾ കൂടുകയല്ല വേണ്ടത്. കൂടുകയല്ലാണ്ട് പിന്നെ കുറയാനാ? എക്സാക്ട്ലി, കുറയണം. ഈ 10 ദിവസം കൊണ്ട് നമ്മൾ 10 വയസ്സ് കുറയണം. എന്നുവെച്ചാ എന്ന് വെച്ചാ 10 കൊല്ലം നമ്മൾ പുറകോട്ട് നടക്കണം. അയ്യോ, അതൊക്കെ റിസ്ക് അല്ലേ? അല്ലേ? ഒന്നും മിണ്ടാതിരിക്കടാ. ഇനി ഈ 10 ദിവസം നമ്മൾ ഫ്രീ ബേർഡ്സ് ആണ്, ബാച്ചിലേഴ്സ് ആണ്. ഈ നിമിഷം മുതൽ ഹരിഹർ നഗറിലെ പഴയ മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുക്കുട്ടനും തോമസ് കുട്ടിയെക്കാട്ട് മാറണം. നമ്മൾ അടിച്ചു പൊളിക്കണം. പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം. റോക്കറ്റ് അല്ലേ? മഴയാണോ? എടാ പ്രായം. ശരിയാ, പ്രായം ഇനി താഴേക്ക് വരില്ല. നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷെ പ്രായമല്ല, വർഷങ്ങളുമല്ല, മനസ്സാണ്. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ലടാ. അതെ, ഉദാഹരണത്തിന് ഇന്ന് അവൻ മനസ്സ് വെച്ചപ്പോ എന്റെ മനസ്സമ്മതം നടന്നില്ലേ? അപ്പുക്കുട്ട പ്ലീസ്. എന്തിനാ പ്ലീസ്? വേണമെങ്കിൽ പറഞ്ഞാ പോരെ. തലവേദന ഉണ്ടെങ്കിൽ കഴിക്കണ്ട. നീ പറ. ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ഒരു ചെറിയ കല്ലെടുത്തെറിയും. വലിയ കല്ലെറിയുന്നു. നശിപ്പിച്ച് ഓടുമെന്ന് പറയടാ. ഓടും. ഓടും. ഒരാന കുത്താൻ വന്നാലോ? തുമ്പിക്കൈ മിണ്ടരുത്. നീ പറ. ഓടും എന്ന് പറയണമായിരിക്കും. അവന്റെ ഒരു ആനയും പട്ടിയും. ക്ലാസ് എടുക്കാതെ കാര്യം പറടാ. സോറി, ഗ്ലാസ് എടുത്തതിന് ഞാൻ ഒറ്റ ഇടി വെച്ചു. പ്രശ്നങ്ങൾ വരുമ്പോൾ തിരിഞ്ഞോടരുത്, നേരിടണം. ഇപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ നേരിടുമ്പോ നമ്മുടെ പ്രായം കുറയും, ചെറുപ്പമാവും. അതിനിവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമില്ല, പ്രശ്നം നമ്മൾ ഉണ്ടാക്കും. ഇവിടെയല്ല, റെസ്റ്റോറന്റ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ കഴിച്ച മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും ബില്ല് പേ ചെയ്യാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല. ഉണ്ട്, എവന്റെ കയ്യിലുണ്ട്. ഉണ്ട്, പക്ഷെ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. നിവർത്തിയില്ല, നമ്മൾ ഇവിടെ ഇറങ്ങി ഓടുന്നു. എന്ത് സങ്കല്പിച്ചാ മതി. ശരിക്കും ഓടണം. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഓടണം. ഇവിടെ ഓടാൻ പറ്റിയ സ്ഥലം ഓടാൻ ജോഗിങ്ങിന് വരാനാ? ഇവിടെ തന്നെ ഉണ്ട് സാർ. ശരി. എന്തിന് ജോഗിങ്? മിണ്ടരുത്. അതൊക്കെ വലിയ കുഴപ്പമാവും. കുഴപ്പമാവണം. കുഴപ്പമുണ്ടാവുമ്പം അവിടെ ചെറുപ്പം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇട നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ വലിയ റിസ്ക് ആണ്. അവരൊക്കെ കൂടെ ഓടിച്ചിട്ട് പിടിക്കും, പോലീസിനെ വിളിക്കും, പിന്നെ പത്രത്തിൽ വരും. ഉടുക്ക നാണക്കേടാവും. നാണക്കേടാവും നമുക്കല്ല, ഈ ഹോട്ടൽ മാനേജ്മെന്റിന്. അവന്മാര് നമ്മളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. ബില്ല് പണം കൊടുക്കാതെ പോയാലല്ലേ കുഴപ്പമുള്ളൂ. സാറേ ബില്ല്. ഇങ്ങോട്ടോ. എത്രയായി? 7420 രൂപ. കുറഞ്ഞു പോയി. എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടമായല്ലേ? ഓ, 8000 ഉണ്ട്. ബാക്കി താൻ വെച്ചു. ഇനി വന്നേ. ഇപ്പൊ ഇത് കൗണ്ടറിൽ കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താ മതി. അതെന്താ സാർ? ചിലപ്പോ ഓരോ സ്മോളൂടെ ആവശ്യം വരും. ഓക്കെ, ഇനി ഓടാവല്ലേ? അവർ ഓട്ടിച്ചിട്ട് പിടിക്കട്ടെ. ഇനി ഏത് പത്രക്കാരാ എഴുതാൻ പോകുന്നു? ഏത് മാനേജ്മെന്റ് മാപ്പ് പറയാതിരിക്കുന്നു? ഓക്കെ, തുടങ്ങാം. തോമസ് കുട്ടി ഓക്കെ? ഓക്കെ. അപ്പുക്കുട്ട ഡബിൾ ഓക്കെ. അയ്യോ, ബില്ലടയ്ക്കാൻ ഞാൻ പേഴ്സ് എടുത്തില്ല കേട്ടോ. നീ എടുത്തായിരുന്നോ? അയ്യോ, ഞാൻ എടുത്തില്ല. നീ എടുത്തായിരുന്നോ? ഞാനും എടുത്തില്ല. നീ എടുത്തായിരുന്നോ? ഞാനും പേഴ്സ് എടുത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ ആരും പേഴ്സ് എടുത്തില്ല കേട്ടോ. നമുക്ക് നാളെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞാലോ? എന്തിന് ഇവന്മാരല്ല മണ്ടന്മാരാ, നമുക്ക് ആരും അറിയാതെ അങ്ങ് പോവാം. ഓ. റെഡി, 1 2 3. പിടിയിടാവന്മാരെ. 4 പോയി പിടിയിടാവന്മാരെ. എന്ത് വേണേലും രക്ഷപ്പെട്ടു. കിട്ടി മുണ്ട് കിട്ടി. ഓവർ. ഞാൻ തന്നെയായിരുന്നു, സോറി. ഇങ്ങോട്ട് ഞാൻ അറിഞ്ഞോ? സോറി ഉണ്ട്.
ഞാനിപ്പോ നല്ല ചെറുപ്പമായി, ഇനി ഓടണോ? മിണ്ടാതെ വാ. ഏയ് അവിടെ സേഫ് അല്ല, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അവരുടെ പിടിയിലായനെ. ബില്ല് കൊടുത്തെന്ന് പറ. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാ മാന്യമാരാന്നേ തോന്നുന്നു. ഇതുപോലെ ഒത്തിരി എണ്ണത്തിനെ കണ്ടിട്ടുള്ളവനാ ഞാൻ. വൃത്തിയോട് കാണിക്കുന്നവരാ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് വൃത്തികേടാ. ഇവിടുത്തെ വൃത്തികെട്ട ഭക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ മാനേജർ നേരിട്ട് പറഞ്ഞപ്പോ ബോധ്യമായല്ലോ. പോക്കൃത്തരം കാണിച്ചിട്ട് ന്യായം പറയുന്നവരാ. പുല്ലേ വിളിക്കണ പോലീസിനെ. നില്ല്, പോലീസിനെ പട്ടാളത്തിനെയൊക്കെ വിളിക്കാൻ പറ്റേ. എന്ത് പോക്കൃത്തരാ കാണിച്ചെന്ന് പറ. എന്ത് കാണിച്ചെന്നു? ആ. ഭക്ഷണം കഴിച്ചിട്ട് ഓടുന്നത് പോക്കൃത്തരല്ലടാ. പോക്കൃത്തരല്ല, ഭക്ഷണം കഴിച്ചിട്ട് ഓടുന്നത് ഞങ്ങളുടെ ഒരു ശീലമാ. നിങ്ങൾ ജോഗിങ് നടത്തുവോ എന്ത് കുന്തം വേണേലും ചെയ്യ്. ആദ്യം ഭക്ഷണം കഴിച്ചതിന്റെ കാശ് വെച്ചിട്ട് മതിയടാ നിന്റെയൊക്കെ അഭ്യാസം. ഇതാണോ കാര്യം? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുള്ളനുണ്ടായിരുന്നല്ലോ. ഇവിടെ വേണോ? ഡോ, ഞങ്ങൾ ഭക്ഷണം കഴിച്ച പണം തന്നോ ഇല്ലയോ? പറഞ്ഞു കൊടു, പണം തന്നോന്ന്. ഇപ്പൊ റെസ്റ്റോറന്റ് വെച്ച് ആരി ഞാൻ തന്നില്ലേ? എവിടെന്ന്? സാറേ ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഇവന്മാരെ കണ്ടിട്ടില്ല. വിളിക്കണ പോലീസിനെ. ഹലോ ഹലോ ഹലോ, ആരാണ്? ഡേ, പുറത്താരോ കോളിംഗ് ബെൽ അടിക്കുന്ന, പോയി നോക്കണേ. ഡേ, പോയി നോക്കടാ. നിനക്ക് പോയി നോക്കിയാൽ എന്താ? പോയി നോക്കാൻ എന്താണ് പന്നി? നീ ഹാപ്പി അല്ലേടാ കുട്ടാ? പോയി വൃത്തിയോട് കാണിക്കുന്നോടാ പുല്ലേ. പുറത്താരോ മണിയടിച്ചപ്പോ പുറത്താരോ ചവിട്ടി. അതിന് എന്റെ പുറത്ത് കയറണം. അല്ല, ഗോപി ചായം കൊണ്ട് വന്നതാ. നീ പോയി തുറക്ക്. അതെ നിന്ന് നിക്കൂ. മഹാദേവ, കാറ്. എന്താ 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 എന്താണ് നിന്റെ കാറടിച്ചോ? ഒരു കിളി. കിളിയാ? ഒരു കിളി കാറിൽ കയറി പോയി. കാറി കയറി ഒരു പോയാ? സുന്ദരി കിളി കണ്ട ഐശ്വര്യ റായ പോലെ ഇരിക്കെ. പക്ഷെ ഞാൻ കണ്ടില്ല. എന്നെ അന്വേഷിച്ച് വന്നതാ. അത് നിനക്കങ്ങനെ മനസ്സിലായി? ഇത്രയും ലുക്കുള്ള ഒരു കുട്ടി വേറെ ആരെ അന്വേഷിച്ച് വരാനാ? അതാരായിരിക്കും? എന്റെ ബലമായ സംശയം, നമ്മൾ ഇന്നലെ ക്ലബ്ബിൽ വെച്ച് കണ്ടില്ലടാ, ഒരു പഞ്ചാബി പച്ചസാരിക്കാരി. അവളായിരിക്കും. അവൾ ഇന്നലെ എന്നെ തന്നെ ഇടങ്ങണിട്ട് നോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞടാ, അവളുടെ ചത്തുപോയ കിളവൻ താത്തയുടെ അതേ ഫേസ് കെട്ടാ നിനക്കെന്ന്. ഇത് സൂസൻ. ഏത് സൂസൻ? ഇന്നലെ കോഫി ഹൗസ് വെച്ച് പരിചയപ്പെട്ടില്ലേ? അബദ്ധത്തിൽ ഞാൻ എന്റെ കാർഡ് എടുത്ത് കൊടുത്തു. ഇതിനിപ്പോ വലിയ ശല്യാവൂ. ശല്യാവും. ആ കാർഡ് കിട്ടിയ ഉടനെ തന്നെ അവള് ശല്യം എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടതല്ലേ. ഇനി അവളെ കണ്ടാ നീ തിരിച്ചറിയോ? അവളെ കണ്ടാ തിരിച്ചറിയില്ല, പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും. നമ്പർ അറിയാം. ഈ എത്ര നമ്പർ? നമ്പർ എത്ര? കൺഫ്യൂഷൻ ആക്കരുത്. അവന് കുറച്ച് ശുദ്ധമായി കൊടുക്ക്. കുട്ടാ, എത്രടാ നമ്പർ? KL7. KL7. പറടാ പുല്ലേ. KL7 63 KL7 63 ആണാ 77 15 ആണ്. അതാ 12 13 ആണ്. എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. വിളിച്ചോണ്ട് പോടാ ഇവരെ. പോടാ പിശാചേ. വല്ല ചളുക്ക് കേസുമായിരിക്കും. ആദ്യമേ എഴുന്നേറ്റ് വരേണ്ടതായിരുന്നു. മഹാദേവ, ദേ നോക്ക്. ഇത് കണ്ടാ ഒരു റീത്ത്. അവളെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് വന്നതാ. അതിന് നിന്റെ ബർത്ത്ഡേ ഒക്ടോബറിലല്ലേ? അത് ഈ വന്നവൾക്കറിയില്ലല്ലോ. ഒരു കത്തും വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അത്യാവശ്യമായി ഒന്നിന് പോകാൻ കയറിയതാ. അയ്യേ, ഒന്നിന് പോവാനാ? ഇതെന്താ പബ്ലിക് കക്കൂസാ? എടേ, നിന്റെ വീടിന്റെ കക്കൂസ് നീ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ? പോടാ. ആ കൊച്ചിന് തീരെ സഹിക്കാൻ പറ്റാണ്ട് ഇപ്പൊ കയറിയതായിരിക്കും. അതിന് പൂ എന്തിന്? സ്മെല്ലറിയാതിരിക്കാൻ. ഇങ്ങോട്ട് വന്നേ. എന്താ നീ വായിച്ചത്? എന്താ? അത്യാവശ്യമായിട്ട് ഒന്നിന് പോകാൻ കയറിയാന്ന്. എടാ, അത്യാവശ്യമായിട്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ കയറിയതാണെന്ന്. മലയാളം ആയോണ്ട് സ്പെല്ലിംഗ് തെറ്റിയ. പോയ കണ്ണട എടുത്ത് നോക്കടാ പോത്തെ. അല്ല, എന്നാലും ഇത് ആരായിരിക്കും? കണ്ടിട്ട് പോകാൻ കയറിയതാണ് മായ. അതാര് മായ? ആ പഞ്ചായത്ത് പെണ്ണിന്റെ പേര് മായ എന്നല്ലല്ലോ. അല്ല, ഈ കോഫി ഹൗസ് വെച്ച് കണ്ട പെണ്ണിന്റെ പേര് സൂസൻ. ഇനി സൂസൻ മായ എന്നാണ്. മാനവാ, പണ്ട് നിന്റെ വീട്ടിൽ പണിക്ക് നിന്ന് ഗർഭിണിയായപ്പോ പണി നിർത്തി പോയ. എന്താ? അല്ല, കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായപ്പോ പണി നിർത്തി പോയില്ലേ? അത് ഇതേപോലത്തെ ഒരു പേരാണല്ലോ. ആ, നാരായണി. ഒരു ഇടി വെച്ച് മഹാദേവ, ഇത് അവളല്ലേ? ആര്? നമ്മുടെ പഴയ മായ. സേതുമാധവന്റെ പെങ്ങള് മായ. നമ്മുടെ മായ. ശരിയാ, ഇത് അവള് തന്നെ. അവളെന്താ ഇവിടെ? എന്തിനായിരിക്കും വന്നത്? നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നതാ. മിസ്സായി. ഞാൻ അപ്പോഴും ഇവനോട് പറഞ്ഞത് പെട്ടെന്ന് പോയി വാതിൽ തുറക്കാൻ. കേക്കണ്ടേ ശാപം? നിനക്ക് പോയി തുറന്നാലെന്താ? നിന്റെ വീടല്ലേ? അതെടാ, എന്റെ വീടാ. വന്ന് വാടക ഒന്നും തരാണ്ട് കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറയുന്നു കേട്ടാലെന്താ? അത് ശരി. ഒരുത്തന്റെ ഓശാരത്തിൽ എനിക്ക് ഇവിടെ താമസിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ ഹോട്ടലിലേക്ക് മാറാൻ ചെല്ല്. റൂം ബില്ല് നീ കൊടുത്താ മതി. ഏ? ഫുഡിന്റെ
ഒരു പെണ്ണ് വലതുകാല് വെച്ച് വന്ന് കേറി അപ്പോഴേക്കും തുടങ്ങി വഴക്കം വെക്കാണോ? ഫ്രണ്ട്സ് ആണ് പോലും ഫ്രണ്ട്സ്. വാടാ വാടാ, എന്താ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. വന്നാ നീ എന്ത് ചെയ്യും? മാനേതാ, എന്നതാ? ദാ. ദേ നോക്കിയേ. ഓർക്കിഡ് ഫ്ലവേഴ്സ് ഫോട്ടോ വെച്ച്. ആരാണെന്നറിയില്ല. ആ കുട്ടി ഒറ്റക്കാ വന്നത്. ഒറ്റയ്ക്ക് വന്ന ആ കുട്ടിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്ത്? ഒറ്റയ്ക്ക് വന്ന ആ കുട്ടി തനിച്ചാണോ വന്നതെന്ന്? ഒന്ന് പോടാപ്പാ. ഇനിയിപ്പോ എവിടെ പോയി തിരക്കാനാ? പിന്നെ ആ കുട്ടി വേറെ ഓർഡർ തന്നിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അതുവരെ ഞങ്ങൾ ഈ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഷാർപ്പ് 4 മണിക്ക് തന്നെ അവരെത്തുള്ളൂ. അത് അവരോട് ചോദിക്കും. അവരെവിടെ കാണും? നല്ല ബെസ്റ്റ് റിംഗ് ടോൺ. ഒരു മിനിറ്റ്. ഹായ് ജെസി. എന്തിനായിരിക്കും മായ ഇപ്പൊ വന്നിരിക്കുന്നത്? അവൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. എന്തായാലും നമ്മളെ സഹായിക്കണം. ഇനിയിപ്പൊ ശാരീരികമാണെങ്കിൽ പോലും. ശാരീരികം അല്ലടാ, സാമ്പത്തികം. വന്നോ, ധൈര്യമായിട്ട് വന്നു. മതിയടാ സൊല്ലിയത്. ചുമ്മാ ഇരുടാ. ഇവിടെ പറഞ്ഞ ഇതൊക്കെ നുളയിലെ മുള്ളിക്കളയണം. കൊഞ്ചല് കണ്ടില്ലേ? കല്യാണം വേണ്ട, ഒഴിയാൻ പോവാണ്. എന്തൊക്കെ ജാടകളായിരുന്നു. ഇപ്പൊ 24 മണിക്കൂർ ഫോൺ തന്നെ ഫോൺ. ഈ കായുടെ മാറ്, മായയുടെ കാറ്. ഓടി വാടാ, വാ. സാറേ സാറേ കാശ് തന്നില്ല. തരാടേ, ഒരു അത്യാവശ്യ കാര്യം. അല്ല, കാശ് തന്നിട്ട് പോയാ മതി. നാണക്കേടാകും. തോൺസുട്ടി കൊടുത്തേ. എളുപ്പം കൊടുറേ. 100 രൂപ. അല്ല സാറേ, ബാക്കി ബാക്കി നീ എടുത്തോ. അതല്ല, ബാക്കി 50 രൂപ കൂടി ഇങ്ങോട്ട് വരും. ഓ, ഇതെനിക്ക് ചുവങ്ങം വയ്ക്കാനുള്ള അപ്പുകുട്ടാ, നീ കണ്ട നീ എന്താ ചെയ്യുന്നത്? അപ്പുകുട്ടാ നശിപ്പിച്ച്. അല്ല, ആരാ കല്ലെന്ന്? ഞങ്ങളല്ല. പിന്നെ ഇവൻ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ എറിഞ്ഞതാ. കല്ലെറിഞ്ഞിട്ടാണോ ആളെ വിളിക്കുന്നത്? മറുപടി പറ. എന്താ പ്രശ്നം? സാർ ഇവന്മാര് കല്ലെടുത്തെറിഞ്ഞ കാറിന് ഗ്ലാസ് പൊട്ടിച്ചെന്നേ. അതെ, കാറിന്റെ മഞ്ഞ കളർ കണ്ട് കാക്കയാണെന്ന് എഴുതി കല്ലെടുത്ത് എറിഞ്ഞതാ. ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. കാറിലിരിക്കുന്ന ഞങ്ങളുടെ ഫ്രണ്ടാ. ഞങ്ങൾ ഒരുപാട് കാലത്തിൽ കാണുന്ന സാർ. അതിന് കല്ലെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിക്കണോ? അല്ല, ഞങ്ങളെ കാണാതെ മിസ്സാവുമെന്ന് പേടിച്ച് ബുദ്ധിയില്ലാത്ത ഇവൻ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാ. ആർക്കടാ ബുദ്ധിയില്ലാത്തത്? നിനക്ക്. ഓ, ഞാൻ സാർ, വിചാരിച്ചു. ഒരു മിനിറ്റ്. കാറിലിരിക്കുന്ന മായല്ലേ? മേഡത്തിന്റെ പേര് മായെന്നാ. മായ വിളിക്ക്, മായ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പോലീസ് സ്റ്റേഷനിൽ പോണോ വേണ്ടേന്ന്. മാഡത്തെ വിളിയോടോ. മാന്യന്മാരെ കണ്ട തിരിച്ചറിയാനുള്ള സെൻസ് എങ്കിലും പോലീസിന് ഉണ്ടാവണം. ബൈ ദ ബൈ, ഐ ആം ഡോക്ടർ അപ്പുക്കുട്ടൻ നായർ. മുക്കിൽ എന്താ ഈച്ച പോയാ? മേഡം പോലീസ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇയാളാരാ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാണെന്ന്? ഞങ്ങൾ മായയുടെ ഫ്രണ്ട്സാ. എന്റെ ഫ്രണ്ട്സോ? ഈ മായയുടെ അല്ല, വേറെ മായയുടെ വേറെ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാം സോൾവ് ആയല്ലോ സാറേ? നടക്കണം ഇങ്ങോട്ട്. നടക്കാൻ. എന്താ? ആരാ? അപ്പുക്കുട്ടൻ ഇവിടെ. അയ്യോ അയ്യോ, ഇതാരാ വീട്? ഇവൻ എന്താ പറ്റിയത്? പിടിച്ചോ, അപ്പുകുട്ടാ, നിനക്ക് എന്താ പറ്റിയത്?
എന്താടാ മഹാദേവ? എടാ ഇതാണ് വീട്. ഓഹോ, അപ്പൊ അത് അതാ മായയുടെ വീടാ. എന്താ നീ അവളുടെ വീട്ടിൽ പോയോ? ലൈറ്റ് ഓഫ് ചെയ്യ്, ലൈറ്റ് ഓഫ് ചെയ്യ്. ഇന്നലെ രാത്രി എന്താ എവിടെ നിന്നല്ലേ ബഹളമൊക്കെ കേട്ടത്? ഇവിടെയാ? ആണോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഇന്നലെ വൈകി കിടന്നോണ്ട് നേരത്തെ ഉറങ്ങിപ്പോയി. കള്ളന്മാര് വന്നെന്നാ, ഓടിയെന്നാ, പോലീസിനാ വരുന്നൊക്കെ പറയുന്ന കേട്ടു. ഏയ് പോലീസായി വന്നിട്ടൊന്നും വലിയ കാര്യമില്ല. നല്ല പഠിച്ച കള്ളന്മാരാരമാണ്. നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടിട്ടേ മുറ്റത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവൻ ഓടിയിരിക്കുന്നത്. എന്നിട്ട് നേരെ വന്ന് കിടന്ന് ഉറങ്ങി. ഈ പോലീസ് നായി വരുന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമാ. ഏതായാലും അയാൾ പറഞ്ഞതുപോലെ ഇവ മുറ്റത്ത് ഒന്നും രണ്ടും ഒക്കെ സാധിച്ചത് ഭാഗ്യം. ഏയ് രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. കഴുത ഇനി ചെയ്താ മതിയാ. എന്റെ അമ്മേ, ലവൻ ഇന്നലെ വന്നത് വേറെ ഏതോ കള്ളനാണെന്ന് എന്ന് പറഞ്ഞാലോ? ഇപ്പൊ തന്നെ ജീപ്പിൽ കയറി പോവാ. അയ്യോ കുഴപ്പമായി. ഓടിയാലോ? വേണ്ട, വരട്ടെ. എടാ, അവള് നമ്മളെ പറ്റിയാ പറഞ്ഞത്. നമ്മളെ പറ്റിയല്ല, നിന്നെ പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ആന പോലെ അല്ലടേ പോലീസ്. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് ഓടുന്നു. അവിടെ നിൽക്കേ. എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മിസ്റ്റർ ഇൻസ്പെക്ടർ. വേണ്ട സാറേ. ഓക്കെ സാറേ, അവൻ ഈ സോമനാംബുലിസത്തിന്റെ അസുഖമുള്ളതാ. രാത്രിയിൽ സോമനാമ്പലിസോ? എന്താണ് പോലീസും ജീപ്പൊക്കെ പോകുന്നുണ്ട്? ജീപ്പ് പോയാ? അവര് നിന്നെ കണ്ട? ഇല്ല. എന്നിങ്ങോട്ട് വാ. എന്താ കാര്യം പറയ്.